ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്ലോത്ത് ലിക്വിഡ് ഷാമ്പൂവിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് ആദ്യം പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മുടെ കാസ്റ്റിക് സോഡയാണ്. കാസ്റ്റിക് സോഡ ഇത് നമ്മുടെ ഒരു പൗഡർ പോലുള്ളത്. ഇതിൻ്റെ സംഭവം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ഇതിന് ഒരു ഉപ്പ് എന്നാ നമ്മുടെ പൊടിയുപ്പൊക്കെ പോലെ തന്നെ ഇരിക്കും ഇത്. ഇങ്ങനെ രണ്ട് സാധനം. പിന്നെ ഇത് ലാവൻഡറിൻ്റെയാണ് ഞാൻ ഓർഡർ ചെയ്തത് കിറ്റ്. അപ്പോൾ ലാവൻഡറിൻ്റെ സ്മെല്ലാണ്. പിന്നെ ഇത് ലാവൻഡറിൻ്റെ കളറ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ക്ലോത്ത് ലിക്വിഡ് ഷാമ്പൂവിന് അവർ തന്നേക്കുന്നത്. പിന്നെ ഏറ്റവും അർജൻറ്റായിട്ട് വേണ്ട സാധനം ഈ ഒരു കുപ്പി സ്ലറി. ഈ ഒരു സാധനമാണ് ഇതിന് ഈ നമ്മുടെ ക്ലോത്ത് ലിക്വിഡ് ഷാമ്പൂവിന് ഒരു കട്ടി കൊടുക്കുക, നല്ലൊരു ഷാമ്പൂവിൻ്റെ ഒരു ടെക്സ്ചർ കൊടുക്കുന്നത് ഈ ഒരു കുപ്പിയിലുള്ള ഈ ഒരു ദ്രാവകമാണ്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതാദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് നമുക്ക് കുറച്ച് ടൈം ഉണ്ട് കേട്ടോ. ഇതെടുക്കാനായിട്ട് ഒരു ദിവസത്തെ നല്ല ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ആദ്യം 4 ലിറ്റർ വെള്ളത്തിൽ നമ്മുടെ കാസ്റ്റിക് സോഡ കലക്കി വെക്കുക. നമ്മുടെ കാസ്റ്റിക് സോഡ ഇതുപോലെ ഒരു അളവ് കപ്പുണ്ട്, ഏറ്റവും എളുപ്പമാണ്. ഇത് 1 ലിറ്ററിൻ്റെ ഒരു കപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു 4 കപ്പ് അളന്ന് ഒരു ബക്കറ്റിലേക്ക് നമ്മൾ മാറ്റി ഒഴിച്ച് വെക്കാം. ഇതുണ്ടോ. അപ്പോൾ ഈ ബക്കറ്റിലേക്ക് ഒഴിച്ച് വെക്കാം. അതിനകത്തേക്ക് നമ്മുടെ കാസ്റ്റിക് സോഡ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി തണുക്കാൻ വെക്കാം. കാസ്റ്റിക് സോഡയ്ക്ക് ചൂടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കട്ടിയുള്ള പ്ലാസ്റ്റിക് ബക്കറ്റ് തന്നെ ഇതിന് യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ കാലോ കയ്യോ ഒക്കെ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പം അത് കലക്കി 6 മണിക്കൂർ തണുക്കാൻ വെക്കണം. 6 മണിക്കൂറിന് ശേഷം നമുക്കത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം രാവിലെ ഏൽക്കുന്നവരാണെങ്കിൽ രാവിലെ തന്നെ കലക്കി വെക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം കലക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഉണ്ടാക്കാം. അപ്പോൾ ഏത് വേണേലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ അടുത്തത് ആ ഒരു 4 ലിറ്റർ വെള്ളത്തിൽ കാസ്റ്റിക് സോഡ കലക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഈ സ്ലറി പോലുള്ള സംഭവം ഉണ്ടല്ലോ ഈ കുപ്പിക്കകത്ത്, അത് 1 ലിറ്റർ ഉണ്ട്. അപ്പോൾ ഇത് 10 ലിറ്ററിൻ്റെ കിറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കുറേ നാൾ യൂസ് ചെയ്യാനുള്ളതുണ്ട്. ഒറ്റത്തവണ 325 രൂപയാണ് നമ്മുടെ കിറ്റിൻ്റെ റേറ്റ്. അപ്പം 4 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതും 4 ലിറ്റർ വെള്ളത്തിൽ സെപ്പറേറ്റ് ഒരു ബക്കറ്റ് എടുത്തിട്ട് 4 ലിറ്റർ വെള്ളം എടുക്കണം. അതിനകത്തേക്ക് ഇത് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കലക്കി വെക്കാം. അതും 6 മണിക്കൂർ തണുക്കാനായിട്ട് വെക്കാം. 6 മണിക്കൂർ വെച്ച് രണ്ടും വെച്ച ശേഷം പിന്നെ ഒരു ഈ ഉപ്പുപൊടി പോലുള്ളതുണ്ടല്ലോ, ഇത് ഒരു 750 മില്ലി വെള്ളത്തിൽ ചേർത്തിട്ട് നല്ല രീതിയിൽ യോജിപ്പിക്കുക. പിന്നെ അതിനകത്തേക്ക് തന്നെ ഈ നമ്മുടെ ഫ്രാഗ്രൻസ് ഓയിലും പിന്നെ അതിൻ്റെ കളറും ചേർത്ത് ഇളക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് യോജിപ്പിച്ച് വെച്ചാൽ ഈ 6 മണിക്കൂറിന് ശേഷം ഇത് യോജിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് കാസ്റ്റിക് സോഡയും 4 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെക്കണം. ഈ സ്ലറി പോലുള്ളത് 4 ലിറ്റർ വെള്ളത്തിൽ കലക്കി വെക്കണം. മൊത്തം ടോട്ടൽ 10 ലിറ്റർ നമുക്ക് ചെയ്ത് വരുമ്പോൾ കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ മേക്കിംഗ് വീഡിയോ. ബാക്കി വഴിയേ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ 2 ബക്കറ്റിലായിട്ട് 4 ലിറ്റർ വെള്ളം അളന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്തേക്ക് നമ്മളിനി ആദ്യം ഫസ്റ്റ് ചേർക്കുന്നത് കാസ്റ്റിക് സോഡയാണ്. കാസ്റ്റിക് സോഡ ഇതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇത് ഒരു കൈ ഫോൺ പിടിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ കാസ്റ്റിക് സോഡ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നല്ലൊരു ചൂടുണ്ടാവും. പറ്റുന്നവർക്ക് മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്, കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെ ചെയ്യണമെന്നാണ് ഇതിൻ്റെ, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഇത് ഇങ്ങനെ കമ്പ് വെച്ച് ഇളക്കുന്നതിൽ നല്ലത് ഒരു തവി വെച്ചിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതും നിങ്ങൾ ചെയ്യുമ്പോൾ തവി വെച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം. എനിക്ക് അതിനായിട്ട് തവി പ്രത്യേകം സെപ്പറേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഫുഡിന് ഉപയോഗിക്കുന്നത് ഇതിന് ഉപയോഗിക്കാൻ കൊള്ളില്ലല്ലോ. അപ്പം നമ്മുടെ കാസ്റ്റിക് സോഡ നല്ല രീതിയിൽ നന്നായിട്ട് ഇതിനകത്തേക്ക് കലക്കി യോജിപ്പിച്ച് 6 മണിക്കൂർ തണുക്കാൻ വെക്കുക. ഈ 6 മണിക്കൂറിന് ശേഷം ഈ 2 സാധനങ്ങൾ നിങ്ങൾ എടുത്ത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ ഒക്കെ കഴിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈമിംഗ് ആണ് 6 മണിക്കൂർ. അപ്പം കാസ്റ്റിക് സോഡ നല്ല രീതിയിൽ ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ സ്ലറി ഒഴിക്കുകയാണ്. അതും അടുത്ത ബക്കറ്റിൽ 4 ലിറ്റർ വെള്ളത്തിലേക്ക്, ഇത് 1 ലിറ്ററാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ കൂട്ടുമ്പോൾ 5 ലിറ്റർ ആവും ടോട്ടൽ. അപ്പോൾ 5 ലിറ്റർ ഇത് തന്നെയായി. അപ്പോൾ ഏകദേശം നമുക്ക് 10 ലിറ്റർ നല്ല രീതിയിൽ നമുക്ക് 750 മില്ലി ആ വെള്ളത്തിൽ ഉപ്പ് പോലുള്ള പൊടി പോലുള്ളവർ ചേർത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ 10 ലിറ്റർ കിട്ടും. ഭയങ്കര എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാനുള്ള സാധനം ഇതുണ്ട് കേട്ടോ. അപ്പം 2 ക്യാനിനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഷാമ്പു പോലുള്ള ഈ ലിക്വിഡ് ഇതിനകത്തേക്ക് നല്ല രീതിയിൽ കലക്കി 2-6 മണിക്കൂറത്തേക്ക് വെക്കുക. പിന്നെ പിള്ളേരുടെ അടുത്തൊക്കെ വെക്കാതെ മാക്സിമം സൂക്ഷിച്ച് മാറ്റി വെക്കുക. പിള്ളേർ വന്ന് കൈയിടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം ഇതും നന്നായിട്ട് ഒഴിച്ച ശേഷം നല്ല രീതിയിൽ ഈ വെള്ളമായിട്ട് യോജിപ്പിച്ച് 6 മണിക്കൂറത്തേക്ക് വെച്ച ശേഷം ബാക്കി വീഡിയോ നിങ്ങളെ ഞാൻ പതിയെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതും നമ്മൾ ഒഴിച്ചു. ഇനി നമുക്കതിനെ ഇളക്കി യോജിപ്പിക്കാം. ഇത് നമുക്ക് നമ്മുടെ ഷാമ്പൂ ലിക്വിഡിന് ക്ലോത്ത് ലിക്വിഡിന് നല്ല രീതിയിൽ നമുക്ക് കട്ടി തരും. ഒരു ഷാമ്പൂവിൻ്റെ ഒരു രൂപത്തിലാണല്ലോ നമുക്ക് ഈ ക്ലോത്ത് ലിക്വിഡ് ഷാമ്പൂ നമുക്ക് കിട്ടുക. നല്ല പതയുണ്ട് കേട്ടോ, നല്ല പതയും നല്ല സ്മെല്ലും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കിറ്റ് വാങ്ങാം. അവർ തന്നെ നമുക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. ഇനി കിട്ടാൻ പാടുള്ളവർക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് ഇത് ഇളക്കി വെച്ചിട്ട് നല്ല തിക്കാവുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കട്ടി കൂടി വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള നല്ല കട്ടിയുള്ള പെയിൻറ്റിൻ്റെ പ്ലാസ്റ്റിക് ബക്കറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും തണുക്കാൻ വേണ്ടി വെക്കുക. പിന്നെ നമ്മുടെ കാസ്റ്റിക് സോഡയും തണുക്കാനായിട്ട് വെക്കുക. അതിനുശേഷം ബാക്കിയുള്ള പ്രോസസ്സ് നിങ്ങളെ കണ്ടിന്യൂസ് കാണിച്ചു തരുന്നത്. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ 6 മണിക്കൂറിന് ശേഷം നമ്മുടെ ക്ലോത്ത് ലിക്വിഡ് ഷാമ്പൂ റെഡിയാക്കാനുള്ള സംഭവങ്ങളെല്ലാം റെഡിയായി നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുകയാണ്. കാസ്റ്റിക് സോഡ കലത്ത് കിട്ടി. അതിൻ്റെ അടുത്ത് നമുക്ക് സ്ലറി ഒഴിച്ച് 4 ലിറ്റർ വെച്ചത് അതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം മിക്സിംഗ് ആണ്, മിക്സിങ്ങിൻ്റെ ടൈമാണ്.
പിന്നെ ഇതുപോലൊരു അളവ് പാത്രത്തിൽ 750 മില്ലി വെള്ളം എടുക്കണം. ഇത് സാധാ പച്ചവെള്ളമാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ സ്ലറിയുടെ കുപ്പി ഒന്ന് കഴുകി ഒഴിച്ചാണ് കളയാതിരിക്കാൻ. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കളർ കിട്ടിയിരിക്കുന്നത്. 750 മില്ലി വെള്ളം. ഇതിനകത്തേക്ക് നമ്മളിനി പൗഡർ ആഡ് ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ പൗഡർ. ഈ പൗഡർ ഈ 750 മില്ലി വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് സ്മെല്ലും കളറും എല്ലാം ആഡ് ചെയ്ത് ഇതിൻ്റെ കൂടെ ചേർക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പം യോജിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന സ്പാച്ചിലർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം പൊടി അടിയാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നാല് പോലത്തെ ഒരു കളറായിട്ട് നമുക്കിത് കിട്ടും. അതിനുശേഷം നമുക്കിതെല്ലാവരെയും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്ന പാടേ ഉള്ളൂ. വേറെ പാടുള്ള പണികളൊന്നുമില്ല കേട്ടോ. അപ്പം സ്മെല്ലും കളറും എല്ലാം ഞാൻ ഇതിനകത്തേക്ക് തന്നെ ആഡ് ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ സ്മെല്ല്. ഇത് നമ്മുടെ ലാവൻഡറിൻ്റെ സ്മെല്ലാണ് കേട്ടോ. ലാവൻഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലാവൻഡറിൻ്റെ കിറ്റാണ് ഞാൻ വാങ്ങിയത്. അതുകൊണ്ടാണ് ലാവൻഡറിൻ്റെ സ്മെല്ലും കളറും ഒരു വെച്ചേക്കുന്നത്. അപ്പം ലാവൻഡറിൻ്റെ സ്മെല്ല് 25 മിനിറ്റ് ആഡ് ചെയ്യണം. സ്മെല്ല് ആഡ് ചെയ്തു. ഇനി കളറൂടെ മിക്സ് ചെയ്യണം. കളറൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം. ഇതാണ് നമുക്ക് കളറ്. അപ്പം കളറിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം. കാരണം ഇച്ചിരി കട്ടയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ചിലപ്പം ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതിനെ നമുക്ക് പതുക്കെ ഒന്ന് ഞെക്കി കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് ലയിപ്പിക്കാവേ. അപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നേരിട്ടല്ലാത്ത ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിലാണെങ്കിലും നമുക്ക് ഒഴിക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ചെയ്തപ്പോൾ ഞാനിങ്ങനെ അങ്ങ് ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉപ്പ് പൊടി പോലുള്ള അതിൻ്റെ കളറ് ഏകദേശം ഈ ഒരു കളറായിട്ടുണ്ട്. കണ്ടോ? അതാണ് നമുക്ക് കളർ കിട്ടിയിരുന്നത്. അപ്പം ഇനി നമുക്ക് അടുത്തായിട്ട് സെറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ഷാമ്പൂവിൻ്റെ സ്ലറി ഉണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ടൊന്ന് തവി യൂസ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് കമ്പ് മാത്രമേ ഉള്ളൂ. കമ്പുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ചെയ്തിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്യുന്നതാണ് അടുത്തത്. മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ? ഇത് 10 ലിറ്ററിൻ്റെ ബക്കറ്റാണ് ഒരെണ്ണം. ഒരു ബക്കറ്റ് 10 ലിറ്ററാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ സ്ലറി ഇങ്ങനെ താഴേക്ക് കട്ടിയായിട്ടിരിക്കുന്നുണ്ട്. ഷാമ്പൂവിൻ്റെ ഒരു ബേസ് പോലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു താഴേക്ക് വരാനുള്ളൊരു പാടുണ്ട്. അപ്പം കാസ്റ്റിക് സോഡയും ഇതുകൂടെ ചേർത്ത് ഇളക്കിയപ്പം നല്ലൊരു കളറിങ് നമുക്ക് കട്ടി കിട്ടി നമുക്ക്. എന്നാൽ ഭയങ്കര കുട്ടിയുള്ളൊരു കട്ടിയല്ല താനും, ചെറിയൊരു കട്ടിയുണ്ട്. ഒത്തിരി കട്ടിയല്ല താനും. ഇനി നമുക്ക് ഈ പൊടി കളർ ചെയ്തതോടെ കൂട്ടി ഇളക്കിയാൽ മതി. 6 മണിക്കൂർ തണുക്കാൻ വെക്കുന്ന സമയം ഒഴിച്ചാൽ വേറെ ഒന്നും നമുക്ക് നഷ്ടമില്ല കേട്ടോ. അത് നഷ്ടമെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് സമയമുള്ള പോലെ വന്ന് ചെയ്താൽ മതി. ഉണ്ടോ? അപ്പോൾ നമ്മുടെ ലിക്വിഡ് സോപ്പ് റെഡി ആയിരിക്കുകയാണ്. 10 ലിറ്റർ ലിക്വിഡ് സോപ്പാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ലിക്വിഡ് സോപ്പ് റെഡിയായി. നല്ലൊരു കളറല്ലേ നോക്കി, നല്ല ഭംഗിയുള്ളൊരു കളറല്ലേ. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഈ കപ്പ് കൊണ്ട് തന്നെ കോരി ഇച്ചിരി ഒഴിക്കുവാണ്. ഇതുണ്ടോ? ഇതാണ് നമ്മുടെ ലിക്വിഡ് സോപ്പിൻ്റെ കളറ്. നല്ല അടിപൊളി കളറാണ്. അപ്പം 10 ലിറ്റർ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2 മാസത്തേക്ക് എന്തായാലും കാണും. ഒത്തിരി ഭയങ്കര അലക്കില്ലാത്തവരാണെങ്കിൽ 2 മാസത്തേക്ക് നല്ലപോലെ ഉണ്ടാവും കേട്ടോ. അപ്പം വേണ്ടവർക്ക് ശകലം വെള്ളം കൂടെ ആഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു കട്ടിക്കായിരിക്കും ഏറ്റവും നല്ലത്. കറക്റ്റ് അവർ പറഞ്ഞേക്കുന്ന ഒരു കട്ടിയാണിത്. അപ്പോൾ നമുക്ക് നിലവിൽ ലിക്വിഡ് സോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പരിപാടികളെല്ലാം ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ കഴിയും. 6 മണിക്കൂർ തണുക്കാൻ വെക്കുന്നൊരു താമസം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വീഡിയോ നിർത്തുവാണേ. ഓക്കെ, ബൈ. ലിക്വിഡ് ഷാമ്പൂ റെഡി ആയിട്ടുണ്ട്. 5 10 ലിറ്റർ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ കുപ്പിക്കകത്ത് കുറച്ചുണ്ട്. പിന്നെ നമ്മൾ ഒഴിച്ച സ്കൂട്ടത്തിൽ കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു അത്യാവശ്യം 11 ലിറ്റർ 10.5 ലിറ്റർ അടുത്ത് എന്തായാലും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. ഇത് കറക്റ്റ് അളവും മെഷറിങ്ങും ആണെങ്കിൽ കറക്റ്റ് 10 ലിറ്ററാണ് കിട്ടുന്നത് കേട്ടോ.
അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എത്ര നാൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലൊരു ചെറിയ മുതൽ മുടക്കി തന്നെ നമുക്ക് ഈ തുണി കഴുകുന്ന സാധനങ്ങൾ വെറുതെ വാങ്ങിച്ച് കളയേണ്ട, പൈസ കളയേണ്ട കാര്യമില്ല. നല്ല എളുപ്പമാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. നന്ദി, ടാറ്റ. അടുത്ത വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും കാണുന്നതാണ്.